നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ശപിക്കപ്പെട്ട ഗർഭം എന്ന കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആദ്യത്തെ കൺമണിയെ തറയിൽ വെക്കാതെയും പുന്നാരിച്ച് വളർത്തിക്കൊണ്ടുവന്ന അമ്മയ്ക്ക് അവൻ്റെ ഇന്നത്തെ സാമൂഹിക സ്വാധീനം കൊണ്ട് ഉള്ള മാറ്റത്തിൽ അനുഭവിക്കേണ്ടി വന്ന യാതനകളും കരളലിയിക്കുന്ന ഒരു നേർചിത്രവുമാണ് ഈ കഥ. കഥയിലേക്ക് പോകാം. ആദ്യത്തെ കൺമണിക്ക് മുല കൊടുക്കുമ്പോൾ അനിതയ്ക്ക് താനൊരു ഭാഗ്യവതിയാണെന്ന് തോന്നി. ഉത്തരവാദിത്വ ബോധവും അഭിമാനവും സന്തോഷവും ഒക്കെ ഒരുമിച്ചായിരുന്നു തന്നിൽ ഉടലെടുത്തത്. തന്നാലാവും വിധം ലാളിച്ചും പരിപാലിച്ചും അവനെ വളർത്തി. ലോറി ഡ്രൈവറായിരുന്ന അവൻ്റെ അച്ഛൻ 2 ആഴ്ച കൂടുമ്പോഴാണ് വീട്ടിലെത്തിക്കൊണ്ടിരുന്നത്. ആൺകുട്ടി ആയതുകൊണ്ട് ബസ്സും കാറും ജീപ്പും ഒക്കെ ആയിട്ടായിരിക്കും അച്ഛൻ്റെ വരവ്. അങ്ങനെ കൊഞ്ചിച്ചും പുന്നാരിച്ചും വളർന്ന സനിൽ ഞങ്ങളുടെ ഏക സന്താനമായി മാറി. സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി അനുസരണക്കേടുകൾ കാണിക്കുന്നത് പതിവാക്കി. തന്നിഷ്ടം പോലെയേ എന്തും ചെയ്യൂ. അച്ഛൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കലിനൊന്നും പിന്നീട് ഫലമില്ലാതായി. സ്കൂളിൽ ചട്ടമ്പികളുടെ ലിസ്റ്റിൽ തന്നെ അവൻ്റെ പേര് വന്നു തുടങ്ങി. കൂടെ പഠിക്കുന്നവരുമായി അടിപിടി കേസുകൾ ഉണ്ടാക്കി. ഹെഡ് മാസ്റ്റർ അനിതയെ വിളിപ്പിച്ചു. വഴക്കിനിടയിൽ ഒരുത്തൻ്റെ തല തല്ലിപ്പൊളിച്ചു. പോലീസ് കേസായി. അച്ഛനെ വിളിച്ചു വരുത്തി. എങ്ങനെയോ കാശൊക്കെ കൊടുത്ത് അച്ഛൻ അത് ഒത്തുതീർപ്പാക്കി. വളരെ വിഷമിച്ചാണ് അദ്ദേഹം അന്ന് ജോലിക്ക് തിരിച്ചു പോയത്. വടക്കേ ഇന്ത്യയിലെ ഒരു ഫാക്ടറിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന യാത്രയിൽ അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആകസ്മികമായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അതോടെ അനിത ജീവിതത്തിൽ ഒറ്റപ്പെട്ടു. അച്ഛൻ പോയതോടെ സനിലിന് ആരെയും പേടിയില്ലാതായി. പ്രായത്തിൽ കൂടിയ ആളുകളുമായിട്ടുള്ള അവൻ്റെ കൂട്ടുകെട്ടാണ് ഇത്രയും ദോഷം ചെയ്തത്. ആരൊക്കെ പറഞ്ഞാലും അവൻ ചെവി കൊടുക്കാറില്ല. 10ാം ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞ് വീണ്ടും എഴുതാൻ പലതവണ പറഞ്ഞു. ഡ്രൈവിംഗ് പഠിക്കാൻ നിർബന്ധം പിടിച്ച് കൃത്യം 18 തികഞ്ഞപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു. അത് പാസ്സായി ലൈസൻസ് കിട്ടിയതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി. എന്തെങ്കിലും ഓട്ടമാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ തോന്നുമ്പോഴാണ് തിരിച്ചു വരുന്നത്. ചോദിച്ചാൽ സത്യം പറയുന്ന ഒരു രീതിയേ അവനില്ല. ഡ്രൈവിങ്ങിനായി പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ അവനിൽ പ്രകടമായ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. അവൻ ഫോണിൽ സംസാരിക്കുന്ന ഭാഷ പോലും കേൾക്കുമ്പോൾ ചെവി പൊത്തിപ്പിടിച്ചു പോകും. അമ്മേ എന്ന വിളി മാറ്റി തള്ളേ എന്ന് വിളിക്കാൻ തുടങ്ങി. ആദ്യം കേട്ടപ്പോൾ താൻ അവനെ വഴക്കു പറഞ്ഞു. അതിന് അവൻ്റെ മറുപടി കേട്ടതോടെ ഉള്ളിൽ വേവലാതിയായി. എങ്ങനെയെങ്കിലും അവനെ ഒരു കൗൺസിലിങ്ങിന് പിടിച്ചുകൊണ്ടുപോകാൻ ആങ്ങളയോട് കരഞ്ഞുകൊണ്ട് അനിത പറഞ്ഞു. ആങ്ങള അവനോട് സ്നേഹത്തോടെ അതേക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അമ്മാവനാണെന്നും പോലും നോക്കാതെ അടിക്കാൻ കൈപൊക്കി. ജീവനും കൊണ്ട് അയാൾ ഓടിപ്പോയി. രാത്രി മുഴുവൻ മദ്യം സേവിച്ചോ ലഹരി അടിച്ചോ വന്ന് കിടന്നാൽ ഉച്ചയാകുമ്പോൾ എഴുന്നേൽക്കും. എന്തെങ്കിലും ചോദിച്ചാൽ അമ്മയാണെന്ന് പോലും ചിന്തിക്കാതെ പുളിച്ച തെറിയിൽ തുടങ്ങി അട്ടഹാസമാണ്. വഴക്കിനിടയിൽ ഒരു ദിവസം അടുക്കളയിൽ നിന്ന് വെട്ടുകത്തിയെടുത്ത് ഊണുമേശ വെട്ടിപ്പൊളിച്ചു. അവനോടൊന്നും മിണ്ടാൻ പറ്റിയില്ല. ഇതിനിടയിൽ അവൻ MDMA കടത്തിയ സംഘത്തിൽപ്പെട്ടൊരു കേസ് വന്നു. അതിലുൾപ്പെട്ട എല്ലാവരെയും പിടിച്ചു. കുറച്ചുനാൾ ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങി വന്ന് എൻ്റെ നേരെ തെറിവിളിയായിരുന്നു. അവനെ ജാമ്യത്തിലിറക്കാൻ ഞാൻ ചെന്നില്ല എന്ന് പറഞ്ഞ്. പല പ്രാവശ്യവും ഇതുപോലെ മോഷണ കേസുകളിൽ അവനെ പിടിച്ചു. കേസും വഴക്കും അടിപിടിയും ഒരു തുടർച്ചയായി മാറി. മരവിച്ച മനസ്സുമായി അനിത ജീവിതം തള്ളി നീക്കി. അവൻ്റെ കൂട്ടുകാരെ ഒരു പോസ്കോ കേസിൽ പിടിച്ചെന്നറിഞ്ഞു. പത്രത്തിൽ വിവരങ്ങൾ വന്നപ്പോൾ സനിലിൻ്റെ പേരുമുണ്ട്. അനിതയ്ക്ക് നിർവികാരത മാത്രമായിരുന്നു. ഒരു മകന് ജന്മം കൊടുത്തതിന് താൻ അനുഭവിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടു. അവനെ പേടിച്ച് ജീവിക്കാൻ പോലും പറ്റാതെ ആയി. ഒരു രാത്രി പോലും മറ്റെവിടെയും അന്തി ഉറങ്ങാൻ പോലും ആരും തന്നെ അനുവദിച്ചില്ല. കാരണം അനിത അവിടെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ജീവൻ അപകടത്തിലാണെന്ന് അവർ ഭയപ്പെട്ടു. തനിയെ എല്ലാം അനുഭവിച്ച് മനസ്സ് മടുത്തു. സത്യത്തിൽ അവൻ കേസിൽപ്പെട്ട് ജയിലിലായാൽ അനിതയ്ക്ക് മനസ്സമാധാനമാണെന്ന് പോലും തോന്നി തുടങ്ങി. ലഹരി കഴിച്ച് കിടക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും അവനൊരു ഭ്രാന്തൻ്റെ മട്ടായിരുന്നു. അച്ചടക്കമില്ലാത്ത ജീവിതം അവനെ തീർത്തും നശിപ്പിച്ചു. ഇന്നേക്കവൻ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായി. ഒരിക്കലും ഇല്ലാത്ത പോലെ ആരെയും ഫോൺ വിളിക്കുന്നില്ല, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. എന്തോ പന്തികേട് തോന്നി. മുഴുവൻ സമയവും ലഹരി കഴിച്ച് പിച്ചും പേയും പറഞ്ഞ് കിടക്കുകയാണ്. ഭക്ഷണം വേണ്ടപ്പോൾ അടുക്കളയിൽ ചെന്ന് എന്തൊക്കെയോ കഴിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു ചോദ്യവുമില്ല, ഉത്തരവുമില്ല. മരണഭയം കൊണ്ട് ഞാൻ എപ്പോഴും മുറി പൂട്ടിയാണ് ഇരിക്കുന്നതും കിടക്കുന്നതും. അവൻ
ഒളിച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഒരാഴ്ച മുമ്പ് പോലീസ് 1-2 വട്ടം വീട്ടിൽ വന്നിരുന്നു. അപ്പോഴൊന്നും അവൻ വീട്ടിലില്ലായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം എനിക്ക് പിടികിട്ടി. ഇപ്പോൾ അവൻ ഒളിവിലാണ്. മറ്റിടങ്ങളൊന്നും സേഫല്ലെന്ന് കണ്ടപ്പോൾ അവൻ വീട്ടിൽ തന്നെ എത്തിയതാണ്. അനിത പലവട്ടം ആലോചിച്ചു, തിരിച്ചും മറിച്ചും. ഒടുവിൽ ഫോൺ എടുത്ത് അനിത പോലീസ് സ്റ്റേഷനിൽ വിവരം പറഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ ഒരു വണ്ടി നിറയെ പോലീസ് വീട്ടിലെത്തി. മയങ്ങിക്കിടക്കുകയായിരുന്ന അവനെ 3-4 പോലീസുകാർ ചേർന്ന് വിലങ്ങ് വെച്ച് പിടിച്ചു വണ്ടിയിലിട്ടു. അനിത സ്വന്തം മുറിയിൽ നിന്ന് പോലും പുറത്തേക്ക് ഇറങ്ങിയില്ല. പോലീസ് വണ്ടിയിൽ അവനെ കയറ്റുന്നതിനിടയിൽ ലഹരിയുടെ മയക്കമുള്ള അവൻ്റെ കണ്ണുകൾ പകയുമായി ആരെയോ തിരയുന്നത് പോലെ തോന്നി. അവൻ കാണാതെ ജനലിൽ പിടിച്ചു നിന്നുകൊണ്ട് അനിത തൻ്റെ ശപിക്കപ്പെട്ട നിമിഷങ്ങൾ ഓർക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ കഥ? കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.